ഹോംവർക്ക് ചെയ്താ മറന്നുപോയി, ചേച്ചിമാരൊക്കെ മറന്നുപോയി. ചെയ്താ? ക്രിസ് കയറിയിട്ടുണ്ട്. വിവേക് ചെയ്താ? മറന്നു, തിരക്കാരും അല്ലേ? അവൻ ചെയ്താ? തുടങ്ങണേ. ചെയ്തില്ലോ? അടുത്ത ക്ലാസ് ചെയ്തിട്ട് വരും കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, അത് കഴിഞ്ഞ് നമുക്ക് അടുത്തതിലേക്ക് പോവാം. എഴുതിക്കോ. ദ വോളിയം ഓഫ് എ ക്യൂബ്. ദ വോളിയം ഓഫ് എ ക്യൂബ്. ക്രിസ് എഴുതിക്കോട്ടാ. ദ വോളിയം ഓഫ് എ ക്യൂബ് ഓഫ് സൈഡ് 1 centimeter. ഓഫ് സൈഡ് 1 centimeter. The volume of a cube of side 1 centimeter is equal to dash meter cube. ഇത് NCERT ഉള്ളതാണ്. ചെയ്തിട്ടുണ്ടാവും. ചെയ്തു നോക്കിയ വോളിയം ഓഫ് എ ക്യൂബ്. വോളിയത്തിന്റെ ഇക്വേഷൻ എന്താണ്? എൽ ക്യൂബ് അല്ലേ? ഓക്കെ. വോളിയം ഓഫ് എ ക്യൂബ് ഓഫ് സൈഡ് 1 centimeter എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ സെന്റിമീറ്റർ നമുക്ക് ആൻസർ വേണ്ടത് എന്തിലാണ്? മീറ്ററിലാണ് വേണ്ടത്. സെന്റിമീറ്ററിലെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് വെച്ചാ മൾട്ടിപ്ലൈ ഉണ്ട്? ഇൻറ്റു 10⁻². നോക്കിക്കോ, ബുക്ക് എടുത്ത് പറിച്ച് നോക്കിക്കോ. -2. ഇത് ക്ലാസ് ആണ് നിങ്ങൾക്ക് മിസ്സായത്, ഫസ്റ്റ് ക്ലാസ്. ഇൻറ്റു 10⁻². സെന്റിമീറ്റർ ടു മീറ്റർ. അത് നോക്കിക്കോട്ടെ, ഒന്ന് നോക്കിക്കേ. ഇപ്പൊ തന്നെ നോക്കിക്കേ. നമ്മൾ കുറെ കൺവേർഷൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മീറ്ററിലേക്ക് ആ ഒരു ടേബിൾ നമ്മൾ വരച്ചിട്ടില്ലായിരുന്നോ? ഇതല്ലാതെ വേറെ ടേബിൾ പഠിച്ചിട്ടില്ലേ? ഇതന്നെ. 10⁻² സെന്റിമീറ്റർ. ഓക്കെ. അപ്പൊ നമുക്ക് മീറ്ററിലേക്ക് മാറ്റണം. മീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ 1 × 10⁻². ഓക്കെ. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? എൽ ക്യൂബ് ആണ്. അപ്പൊ ക്യൂബ് 10⁻² ഈക്വൽ ടു 10⁻6. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ചിലപ്പോ ഇങ്ങനെ ചോദിക്കാം. ദ വോളിയം ഓഫ് എ ക്യൂബ് ഓഫ് സൈഡ് 2 centimeter. 2 centimeter ആണെങ്കിൽ എന്ത് ചെയ്യാ? 2 × 10⁻². ഇനി 1 centimeter അല്ല, വേണ്ട, മില്ലിമീറ്ററിലേക്ക് മാറ്റാനായിട്ട് എന്താ ചെയ്യാ? നമ്മൾ കൺവേർഷൻ ആ ടേബിൾ എടുത്തൊന്ന് നോക്കിക്കേ. ടേബിൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. അതൊന്ന് പഠിച്ചിട്ട് തന്നെ. -3. ഓക്കെ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് അടുത്തതിലേക്ക് പോവാം. Add the following significant figures. Add the following significant figures and round off. Add the following significant figures and round off. 6.1 plus 3.22. 6.1 plus 3.22. ഓക്കെ. ഇത് എന്താ ചെയ്യണ്ട? ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോ എത്ര കിട്ടും? 9.32 കിട്ടും. ഇവിടെ വരെ ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞേക്കുന്നുണ്ട് ആഡ് ദ ഫോളോയിങ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആൻഡ് റൗണ്ട് ഓഫ് എന്നാ പറഞ്ഞേക്കുന്നത്. ഇതിനെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് തന്നിരിക്കുന്ന 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇല്ലേ, ഇതിൽ ആർക്കാണോ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ ഉള്ളത്? ഇതിൽ രണ്ടിലും ആർക്കാ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ ഉള്ളത്? 6.1. അപ്പൊ ഇയാളുടെ ഒരു പൊസിഷനിലേക്ക് ഇത് റൗണ്ട് ഓഫ് ചെയ്യുക. ആർക്കാണോ ഇപ്പൊ ക്വസ്റ്റ്യനിൽ ഇപ്പൊ കുറെ തരും. ഇപ്പൊ 7.32,
6.22 അങ്ങനെ ഇഷ്ടം പോലെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കട്ടെ. ആഡ് ദ ഫോളോയിങ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആൻഡ് റൗണ്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതിൽ ആർക്കാണോ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ ഉള്ളത് ആ പൊസിഷനിലേക്ക് നമ്മൾ ആൻസർ റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ 6.1 ഇതിന് 2 സിഗ്നിഫിക്കന്റ് ഫിഗറും ഇതിന് 3 സിഗ്നിഫിക്കന്റ് ഫിഗറും ആണ്. അപ്പൊ നമുക്ക് ആൻസറിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ വന്നിട്ടുണ്ട്? 3 വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എത്രയിലേക്ക് മാറ്റണോ? അത് 2ലേക്ക് മാറ്റണം. ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 9.3. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഒരു ഹോംവർക്ക് എഴുതിക്കോ. ഇത് തന്നെ ചെയ്താൽ മതി. ആഡ് ദ ഫോളോയിങ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആൻഡ് റൗണ്ട് ഓഫ്. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഹോംവർക്ക് നോക്കുവേ. 7.32 പ്ലസ് 6.22 പ്ലസ് 8.1. വാല്യൂസ് ഇത് തന്നെ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൺവേർഷൻ നോക്കാം. എല്ലാവർക്കും എടുക്കൂല എന്ന് വിചാരിച്ചാൽ പിന്നെ എറർ അനാലിസിസ് എന്ന് പറഞ്ഞ ടോപ്പിക് ഇല്ല, അത് എടുത്തായിരുന്നോ? ഇല്ല. എറർ അനാലിസിസ് സിലബസിൽ തന്നിട്ടില്ല, പക്ഷെ എടുക്കുമെങ്കിൽ നമുക്ക് ആ പോർഷൻ എടുക്കാം. അത് അത്യാവശ്യം നല്ല പോർഷനാണ്. എത്തിയിട്ടില്ല. നോക്കട്ടാ. അത് അത്യാവശ്യം നന്നായിട്ട് നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു, അതിന് നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ആ പോർഷൻ ഡെലീറ്റഡ് ആണ്. എടുക്കുമെങ്കിൽ പറ, നമുക്ക് അതും ഈ പറഞ്ഞ സെന്റിമീറ്റർ ടു അതും കൂടി നോക്കാം. ടെസ്റ്റ് ഇടുമ്പോ എന്തായാലും ഞാൻ പഠിപ്പിച്ചതെന്ന് മാത്രമേ ഇടുള്ളൂ. നമ്മളിവിടെ എന്തൊക്കെ പഠിച്ചു അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെസ്റ്റിന് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോകും. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് നോക്കണം കേട്ടാ. ആകെ കുറച്ചേ ഉള്ള ചാപ്റ്റർ. ഇനി അടുത്ത ചാപ്റ്റർ, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. തുടങ്ങാം. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ മോഷൻ നിങ്ങൾ മോഷൻ എന്താന്ന് നിങ്ങൾക്ക് അറിയാം. മോഷനും റെസ്റ്റും അല്ലെ നമുക്കറിയാം. എന്താ മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നു. പൊസിഷൻ അനുസരിച്ച് ബോഡി ചേഞ്ച് ചെയ്തിരിക്കുവാണെങ്കിൽ നമ്മൾ പറയും മോഷൻ ആണെന്ന് പറയും. ഇനി ഇവിടെ നമുക്ക് ഫിസിക്സില് മോഷനെ പറ്റി പഠിക്കുന്ന ഫിസിക്സിലെ ഒരു ബ്രാഞ്ചിന് നമ്മൾ പറയുന്ന പേരാണ് മെക്കാനിക്സ്. എന്താണ്? മെക്കാനിക്സ്. ആ മെക്കാനിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിൽ ഓരോ ഒബ്ജക്ട്സിന്റെ മോഷനെ പറ്റി ആയിരിക്കും ആ ഒരു ബ്രാഞ്ചിൽ പഠിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്താ പറയാ? മെക്കാനിക്സ് എന്ന് പറയാം. എഴുതിക്കോ, മെക്കാനിക്സ് എഴുതിക്കോ. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ്. ക്ലിയർ ആണോ? മെക്കാനിക്സ് is a branch of physics. ഇവിടെ അടുത്ത ചാപ്റ്റർ തുടങ്ങിട്ടാ. എഴുതിയാ? മെക്കാനിക്സ് is a branch of physics. It deals with the study of motion. ഫസ്റ്റ് ചാപ്റ്റർ. അടുത്ത ചാപ്റ്റർ തുടങ്ങി മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന മോഷനെ പറ്റിയാണ്. അപ്പൊ മോഷനെ പറ്റി നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്ന ഒരു ബ്രാഞ്ച്, അതിനെ പറയുന്ന പേരാണ് മെക്കാനിക്സ്. എഴുതിക്കോ, മെക്കാനിക്സ്. നിങ്ങൾ എഴുതിയില്ലേ? മെക്കാനിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ്, ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മോഷൻ. അതിനും കൂടെ വന്നോട്ടെ. Deals with the study of motion.
ഓക്കെ, അപ്പൊ മെക്കാനിക്സ് എന്താന്ന് മനസ്സിലായില്ലേ? മെക്കാനിക്സ് എന്താന്ന് മനസ്സിലായി. മോഷനെ പറ്റി സ്റ്റഡി ചെയ്യുന്ന ഫിസിക്സിലെ ഒരു ബ്രാഞ്ചിന്റെ പേരാണ് മെക്കാനിക്സ്. ഇനി നമുക്ക് ഈ മെക്കാനിക്സിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. സ്റ്റാറ്റിക്സ്, ഡൈനാമിക്സ്, കൈനമാറ്റിക്സ്. സ്റ്റാറ്റിക്സ്, ഡൈനാമിക്സ്, കൈനമാറ്റിക്സ്. എഴുതിപ്പോയിക്കോ ഇപ്പൊ തന്നെ പോർഷനായിട്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാം സ്റ്റാറ്റിക്സ്. സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നതും എന്ത് തന്നെയാ, മെക്കാനിക്സിന്റെ ഒരു സബ് ബ്രാഞ്ച്. ഇവര് മൂന്നും, മെക്കാനിക്സ് നമ്മൾ എന്താന്ന് പഠിച്ച ഫിസിക്സിലെ ഒരു മെയിൻ ബ്രാഞ്ച് ആണ്. മോഷനെ പറ്റി സ്റ്റഡി ചെയ്യുന്ന ഒരു ബ്രാഞ്ചിന് പറയുന്ന പേരാണ് മെക്കാനിക്സ്. അതിലെ 3 സബ് ബ്രാഞ്ച് ആണ് സ്റ്റാറ്റിക്സ്, ഡൈനാമിക്സ്, കൈനാമാറ്റിക്സ്. ഫസ്റ്റ് നമുക്ക് സ്റ്റാറ്റിക്സ് എന്താന്ന് നോക്കാം. സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒബ്ജക്റ്റിന്റെ എന്തിനെ പറ്റിയ, ഒബ്ജക്ട് റെസ്റ്റിലായിരിക്കുന്ന പൊസിഷനെയാണ് നമ്മൾ പറയുന്നത് സ്റ്റാറ്റിക്സ്. ഓക്കെ, ഒബ്ജക്ട് റെസ്റ്റിലായിരിക്കുന്ന പൊസിഷൻ. അതായത് ഇപ്പൊ നമ്മളൊരു ഒബ്ജക്ട്, ആ ഒബ്ജക്റ്റിന് ഞാനൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞപ്പോ അതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ ആ പൊസിഷനെ നമ്മൾ എന്തെന്നാ പറയാ? നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ. ഇപ്പൊ റെസ്റ്റിംഗ് പൊസിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? അത് തന്നെ നമ്മൾ ഒന്നുകൂടി തിയറട്ടിക്കലായിട്ട് പഠിക്കുന്നേ ഉള്ളൂ. ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിന് ഞാനൊരു ഫോഴ്സ് കൊടുത്തപ്പോ അതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ എന്താ നമ്മൾ പറയാ? അതിന്റെ സ്റ്റേജ് എന്താണ്? മോഷൻ ആണോ? അല്ല, റെസ്റ്റ്. അത്രേ ഉള്ളൂ. അപ്പൊ റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ പറ്റി നമ്മൾ പഠിക്കുന്നതാണ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. അടുത്ത ഡൈനാമിക്സ്. ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സബ് ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് കോസ് ഓഫ് മോഷൻ ആണ് പഠിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഒബ്ജക്റ്റ്, അതിന് ഞാനൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞപ്പോ ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത്. അപ്പൊ അത് മൂവ് ചെയ്യാനുണ്ടായിട്ടുള്ള റീസൺ എന്താണ്? അതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്, ഡൈനാമിക്സിൽ പഠിക്കുന്നത്. ഇനി കൈനമാറ്റിക്സ് നോക്കാനാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന കൈനമാറ്റിക്സ് ഇസ് എ സബ് ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ്. ഇറ്റ് ഓൾസോ ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് മോഷൻ തന്നെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. പക്ഷേ ഇവിടെ റീസൺ നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ഒബ്ജക്ട് റെസ്റ്റിലായിരിക്കും. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് മോഷൻ ബട്ട് വി കൺസിഡർ ദ കോസ് ഓഫ് റീസൺ. ഇവിടെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഫോഴ്സിന്റെ എഫക്റ്റിൽ ആ ഒബ്ജക്ട് മൂവ് ചെയ്ത്. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് റീസൺ എന്താണ്. ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, ഇവിടെ നമ്മൾ റീസൺ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒരു ബോഡിക്ക് മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മോഷന്റെ റീസൺ എന്താണ്, കോസ് ഓഫ് മോഷൻ എന്താണെന്നാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ ജസ്റ്റ് സ്റ്റഡി ഓഫ് മോഷൻ ആണ്, പക്ഷെ മോഷന്റെ റീസൺ എന്താണെന്ന് കൺസിഡർ ചെയ്യുന്നില്ല. നമുക്ക് ഓരോന്നിനെ പറ്റി എഴുതിക്കോ. ഡൈനാമിക്സ് അല്ല, ഫസ്റ്റ് സ്റ്റാറ്റിക്സ് അല്ലേ. സ്റ്റാറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഒബ്ജക്ട്. Statics is the study of object at rest under the action of force. Statics is the study of object at rest under the action of force. മനസ്സിലായില്ലേ? അപ്പൊ സെന്റൻസ് വായിക്കുമ്പോ കിട്ടും. സ്റ്റാറ്റിക്സ് ഈസ് ദ, വായിച്ചതെന്ന്, സ്റ്റഡി ഓഫ് ഒബ്ജക്ട്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളൊരു ഒബ്ജക്റ്റിന് ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എന്താണ്? റെസ്റ്റിലാണ്. അത്രേ ഉള്ളൂ. റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. സ്റ്റഡി ഓഫ് ഒബ്ജക്ട് അറ്റ് റെസ്റ്റ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ഫോഴ്സ്. ആക്ഷൻ ഓഫ് ഫോഴ്സിൽ ഒബ്ജക്ട് റെസ്റ്റ് ആണ്. ഇപ്പൊ തന്നെ മനസ്സിൽ വെച്ചേക്കാം, സ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് എന്തിനായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന? ഒബ്ജക്ട് റെസ്റ്റ് ആണ്. ഓക്കെ, ഇനി ഡൈനാമിക്സ് എഴുതിക്കോ. ഡൈനാമിക്സ് ഇസ് ദ സബ് ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് which deals with the dynamics is the sub branch of mechanics which deals with the study of motion considering the cause of motion. Considering the course of motion. ഓക്കെ, അപ്പൊ ഡൈനാമിക്സ് കിട്ടി. ഡൈനാമിക്സ് എന്താ? സ്റ്റഡി ഓഫ് ഒബ്ജക്ട്, സ്റ്റഡി ഓഫ് മോഷൻ തന്നെയാണ്. പക്ഷെ ഇവിടെ മെയിൻ ആയിട്ട് അവർ എന്താ നോക്കുന്നത്? കോസ്. എന്തുകൊണ്ടാണ് ഈ ഒബ്ജക്റ്റിന് മോഷൻ ഉണ്ടായത്, അതാണ് ഇവിടെ നോക്കുന്നത്. കോസ് ഓഫ് മോഷൻ ആണ് ഡൈനാമിക്സിൽ സ്റ്റഡി ചെയ്യുന്നത്. അടുത്തത് കൈനമാറ്റിക്സ് ഈസ് ദ സബ് ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ്. സെയിം തന്നെ എഴുതിയാൽ മതി. കൈനമാറ്റിക്സ് ഈസ് എ സബ് ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ്
which deals with the study of motion, which deals with the study of motion without considering, which deals with the study of motion without considering the course of motion, without considering the course of motion. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ കിട്ടിയല്ല, ജസ്റ്റ് പഠിച്ച് തന്നെ പോണോട്ടോ. അന്നുള്ളത് അന്നു തന്നെ പഠിച്ചു പോകുക. മെക്കാനിക്സ് എന്താന്ന് പഠിച്ചു. മെക്കാനിക്സ് ഇസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് മോഷൻ. മോഷനെ കുറിച്ച് പഠിക്കുന്ന ഒരു സ്റ്റഡി, ആ ഒരു ബ്രാഞ്ചിനെ നമ്മൾ പറയുന്ന പേരാണ് മെക്കാനിക്സ്. മെക്കാനിക്സ് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം: സ്റ്റാറ്റിക്സ്, ഡൈനാമിക്സ്, കൈനമാറ്റിക്സ്. സ്റ്റാറ്റിക്സ് എന്താ പറയുന്നത്? സ്റ്റഡി ഓഫ് ഒബ്ജക്ട് ഈസ് അറ്റ് റെസ്റ്റ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സ് കൊടുത്താലും ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. ഡിസ്പ്ലേസ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒബ്ജക്ട് ഈസ് അറ്റ് റെസ്റ്റ്. റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിനെ പറ്റി നമ്മൾ പഠിക്കുന്നതാണ് സ്റ്റാറ്റിക്സ്. അടുത്തത് എന്താ? ഡൈനാമിക്സ്. ഡൈനാമിക്സിൽ എന്താ പഠിക്കുന്നത്? കോഴ്സ് ഓഫ് മോഷൻ ആണ്. ഓക്കെ, ഡൈനാമിക്സ് ഇസ് ദ ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ്. ഇറ്റ് ഡീൽസ് വിത്ത് കോഴ്സ് ഓഫ് മോഷൻ. ഇറ്റ് ഡീൽസ് വിത്ത് മോഷൻ ഓഫ് ഒബ്ജക്ട് ബൈ കൺസിഡറിംഗ് ദ കോഴ്സ് ഓഫ് മോഷൻ. ഇനി അടുത്തതിലാണെങ്കിൽ കൈനമാറ്റിക്സിലാണെങ്കിൽ ഡസ് നോട്ട് കൺസിഡർ ദ കോഴ്സ് ഓഫ് മോഷൻ. നമ്മൾ കോഴ്സ് ഓഫ് മോഷൻ കൺസിഡർ ചെയ്യുന്നില്ല. കിട്ടിയ മെക്കാനിക്സ് 3 ബ്രാഞ്ചസ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു മോഷൻ. മോഷൻ എന്നാ നമ്മുടെ ചാപ്റ്ററിന്റെ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ ആണ് അല്ലെ. അപ്പൊ മോഷൻ എന്ന് പറഞ്ഞ വേർഡ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു സെന്റൻസ് എഴുതണ്ടേ? മോഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഐഡിയ ഉണ്ട് എന്താ മോഷനെ പറ്റി കറക്റ്റ് ആയിട്ട് പറയാനാണെങ്കിൽ. എക്സാക്ട് ഒരു സെന്റൻസ് പറയാനാണെങ്കിൽ എങ്ങനെ പറയാം നമുക്ക്? ഓക്കെ, നമുക്ക് പലവർക്കും പല ഐഡിയ. ഇപ്പൊ നമുക്കൊരു എക്സാക്ട് സെന്റൻസ് എഴുതാം. പൊസിഷൻ ഓഫ് ദ ബോഡി ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ദ സറൗണ്ടിങ്സ്. ഇപ്പൊ സറൗണ്ടിങ്സിനനുസരിച്ച് പൊസിഷൻ ചേഞ്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ അനങ്ങാതെ നിൽക്കണമെങ്കിൽ എന്റെ പൊസിഷൻ റെസ്റ്റ് ആണ്. പക്ഷെ ഞാൻ അതനുസരിച്ച് മൂവ് ചെയ്തോണ്ടിരിക്കുന്നത്, എന്റെ ബോഡിയുടെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കണമെങ്കിൽ ഞാനിപ്പോ എന്ത് പൊസിഷനിലാവും? മോഷനിലാവും അല്ലെ. അപ്പൊ എന്തെന്ന് പറയാം? ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു സറൗണ്ടിങ്സ്. എഴുതിക്കോ മോഷൻ. കറക്റ്റ് ആയിട്ട് എഴുതാം. എങ്ങനെ എഴുതാം? ഇഫ് എ ബോഡി, എഴുതിക്കോ, ഇഫ് എ ബോഡി is changing its position, if a body is changing its position if a body is changing its position with respect to the surrounding, with respect to the surroundings, the body is said to be in motion. The body is said to be in motion. ക്രിസ്റ്റൽ ക്ലിയർ അല്ലെങ്കിൽ പറയണേ. If a body is changing its position with respect to surrounding, then the body is said to be in motion. പൊസിഷൻ ചേഞ്ച് ആവുന്നു. മോഷൻ എന്ന് പറയുമ്പോൾ മനസ്സിൽ വരേണ്ട എന്താണ്? പൊസിഷൻ. ഒരു ബോഡിയുടെ പൊസിഷൻ ചേഞ്ച് ആയി വരുന്നു. ഇനി റെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? അതേ സെന്റൻസിൽ തന്നെ നമുക്ക് പറയാം. റെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? If a body is not changing its position with respect to the surrounding, the body is said to be in rest. Okay, ആ പൊസിഷന്റെ ബേസിലാണ് നമ്മൾ രണ്ടും എഴുതുന്നത്. അപ്പൊ റെസ്റ്റ് എഴുതിക്കോ. If a body is not changing its position respect to the surrounding, the body is said to be in rest. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചെറിയ ടേം പോയിന്റ് ഒബ്ജക്ട് എന്താന്ന് പഠിക്കാം. പോയിന്റ് ഒബ്ജക്ട് ഹെഡിങ് കൊടുത്തോ. പോയിന്റ് ഒബ്ജക്ട്.
ഓക്കെ, പോയിന്റ് ഒബ്ജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 100 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ബോഡി, ഒരു ഒബ്ജക്ട്, അത് എയിൽ നിന്ന് ബിയിലേക്ക് ഒരു 10,000 മീറ്റർ ട്രാവൽ ചെയ്ത് പോകുവാണ്. അങ്ങനെ നോക്കാനാണെങ്കിൽ ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കാനാണെങ്കിൽ ഭയങ്കര ചെറുതല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സൈസിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അങ്ങനെയുള്ള ഒബ്ജക്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, പോയിന്റ് ഒബ്ജക്ട് എന്ന് പറയാം. ഇപ്പൊ നമുക്ക് ജനറൽ ആയിട്ടുള്ള കേസ് നോക്കാനാണെങ്കിൽ ഇപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഒരു ഡൽഹി വരെ നമ്മൾ ബസ്സിൽ പോവാന്ന് വിചാരിക്കും. ആ ബസ്സിന്റെ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഏകദേശം ഭയങ്കര ചെറിയ ലെങ്ത് ആയിരിക്കും കമ്പയർ ടു അതിന്റെ ഡിസ്റ്റൻസ് വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഡിസ്റ്റൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് ഇസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ദ ലെങ്ത് ഓഫ് ദ ബസ്. സോ നമുക്ക് ഈ ഇതിന്റെ ലെങ്ത് അല്ലെങ്കിൽ സൈസിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് പോയിന്റ് ഒബ്ജക്ട്. കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അത് പറഞ്ഞു തന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പോയിന്റ് ഒബ്ജക്ട് എന്താണെന്ന് പറഞ്ഞ് ചോദിക്കൊന്നുമില്ല, ഇനി പറയുമ്പോൾ ടേംസ് കാണും അങ്ങനെ. അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, എഴുതി വെച്ചു നോക്കും. If the distance traveled by an object is much greater than the size of the object, the size of the object can be neglected. അടുത്ത സെന്റൻസ് ആണ്, the size of the object can be neglected. കൺസെപ്റ്റ് ഓർത്തിരിക്കണമെങ്കിൽ വേണമെങ്കിൽ ഇതൊന്ന് വരച്ചു വെച്ചോ, അപ്പൊ കിട്ടും. സൈസ് ഓഫ് ദ ഒബ്ജക്ട് നെഗ്ലക്റ്റഡ്. ഇത്ര ഓർത്താൽ മതി. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്ട് ഇസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ദ സൈസ് ഓഫ് ദ ഒബ്ജക്ട്. ഇതിന്റെ ഡിസ്റ്റൻസ് നോക്കിയാൽ 10,000 മീറ്റർ അല്ലേ, അത് വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചെറുതാണ്. അതുകൊണ്ട് നമുക്ക് ഇത് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ വരച്ചു വെച്ചു, അപ്പൊ നിങ്ങൾക്ക് വായിക്കുമ്പോൾ എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് കാണുമ്പോൾ ഓർക്കാൻ പറ്റും. അടുത്ത ശനിയാഴ്ച ടെസ്റ്റ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ. കുഴപ്പമില്ലല്ലോ, പഠിച്ചതല്ലേ. അടുത്ത ശനിയാഴ്ച വരുന്ന സാറ്റർഡേ കെമിസ്ട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? കെമിസ്ട്രി മാറ്റി വന്നോട്ടാ. ഓക്കെ, എഴുതിയാം. ഇനി നമുക്ക് ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് വെച്ചാണ് നമ്മൾ മാത്തമാറ്റിക്കലി നമ്മളത് കണ്ടുപിടിക്കാറുള്ളത്? കോർഡിനേറ്റ്സ് വെച്ചിട്ടല്ലേ കണ്ടുപിടിക്കാറ്. ഇപ്പൊ ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു എക്സ് വൈ സെഡ് കോർഡിനേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷൻ പഠിക്കാം. ഓക്കെ, ഹെഡിങ് കൊടുത്തോ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷൻ. Different types of motion. First one dimensional motion. അല്ലെങ്കിൽ motion in one dimensional. എങ്ങനെയെങ്കിലും വിളിക്കും, motion in one dimensional. Okay, one dimensional. First point എഴുതിക്കോ, motion along a straight line. Okay, motion along a straight line. അതാണ് നമ്മൾ വൺ ഡയമെൻഷണൽ മോഷൻ ആയിട്ട് ഓർക്കേണ്ടത്. അതായത് ഈ മോഷൻ എന്ന് പറയുന്നത് ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന മോഷൻ ആയിരിക്കും. ഇപ്പൊ എന്തെങ്കിലും ഒരു ഒബ്ജക്ട് ഈ ഒരു പൊസിഷനിൽ തന്നെ കറക്റ്റ് ആയിട്ട് എക്സാക്ട് ആയിട്ട് മൂവ് ചെയ്ത് പോവാന്ന് വിചാരിക്കും. അതിന്റെ പൊസിഷൻ ഏത് ആക്സിസ് ആയിരിക്കും? എക്സ് ആക്സിസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ, ഇവിടെയാണ് ഒരു ഒബ്ജക്ട് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് പൊസിഷൻ പറയാം വൈ ആക്സിസിൽ നിന്ന് ഒരു 3 സെന്റിമീറ്ററും എക്സ് ആക്സിസിൽ നിന്ന് അങ്ങനെ നമുക്ക് പറഞ്ഞ എക്സ് വൈ കോർഡിനേറ്റ് ആണ് ഇതിന്റെ പൊസിഷൻ എന്ന് പറയാം. പക്ഷെ ഈ ഒരു ഒബ്ജക്ട് കറക്റ്റ് ഈ ഒരു എക്സ് ആക്സിസിന്റെ ലൈനിൽ കൂടെ കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കത് എന്ത് പറയാം? അതിനൊരു ഒറ്റ ആക്സിസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. പിന്നെ ഹിയർ വി നീഡ് ഓൺലി വൺ കോർഡിനേറ്റ് ടു ഡിസ്ക്രൈബ് ദ മോഷൻ. എഴുതിക്കോ, വി നീഡ് ഓൺലി വൺ കോർഡിനേറ്റ് ടു ഡിസ്ക്രൈബ് ദ മോഷൻ, either x or y or z. അപ്പൊ y ആക്സിലാണ് ഇരിക്കണമെങ്കിൽ അതിനൊരു y ആക്സിസ് മാത്രമേ ഉള്ളൂ, അതിൽ ആ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് അങ്ങ് പോയിക്കോളും. ഹിയർ വി നീഡ് ഓൺലി
one coordinate to describe the motion, either x or y or z. എക്സാമ്പിൾ പറയാനാണെങ്കിൽ മോഷൻ ഓഫ് എ കാർ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ റോഡ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള റോഡ്, വേറെ കർവ് ഒന്നുമില്ല, കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ റോഡാണ്. അതിൽ കൂടെ ഒരു കാർ മൂവ് ചെയ്ത് പോവാണ്. അപ്പൊ അതിന്റെ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്ന ആ ഒരൊറ്റ ആക്സിസിൽ കൂടെ തന്നെയല്ലേ അത് പോകുള്ളൂ, അത് വേറെ ചേഞ്ച് ചെയ്യോ? ഇല്ല. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. മോഷൻ ഓഫ് എ കാർ അലോങ് എ സ്ട്രെയിറ്റ് റോഡ് എഴുതിക്കോ, എക്സാമ്പിൾ ആയിട്ട് എഴുതിക്കോട്ടെ. വൺ ഡയമെൻഷണൽ മോഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യണം. വൺ ഡയമെൻഷൻ മാത്രമായിട്ട് ചോദിക്കില്ല, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷനെ ചോദിക്കുള്ളൂ. Motion of a car along a straight line. Example, motion of a car along a straight line. അതുപോലെ തന്നെ നമുക്ക് വേറെ ഏതെങ്കിലും എക്സാമ്പിൾ പറയാലോ. മോഷൻ ഓഫ് എ ട്രെയിൻ അലോങ് എ സ്ട്രെയിറ്റ് ട്രാക്ക്. ഒരു സ്ട്രെയിറ്റ് ട്രാക്കിൽ കൂടി ട്രെയിൻ പോകണേണ്, അതിന് വേറെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വല്ലതും തിരിയാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ ഒരൊറ്റ ട്രാക്കിൽ കൂടെ തന്നെ, വേറെ വളവൊന്നും ഇല്ല, നേരെ പോകുവാണെങ്കിൽ അതിനൊരൊറ്റ ട്രാക്കിൽ കൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ അത് നമുക്ക് എന്ത് മോഷൻ എക്സാമ്പിൾ ആയിട്ട് പറയാം? വൺ ഡയമെൻഷണൽ മോഷൻ എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ എഴുതിക്കും മോഷൻ ഓഫ് എ ട്രെയിൻ അലോങ് എ സ്ട്രെയിറ്റ് ട്രാക്ക്. Motion of a train along a straight track. അപ്പൊ ഇവിടെ ആകെ ഒരു കോർഡിനേറ്റ് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ, ഒരൊറ്റ കോർഡിനേറ്റ് മാത്രമേ നമുക്കിവിടെ ആവശ്യം വരുന്നുള്ളൂ, വേറെ കോർഡിനേറ്റ് ഒന്നും വരുന്നില്ല. ഇപ്പൊ സെഡ് ആക്സിസിൽ കൂടെയാണ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ സെഡ് ആക്സിസിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോകും. അപ്പൊ നമുക്കൊരു സെഡ് കോർഡിനേറ്റ് മാത്രം മതി. ഇപ്പൊ എക്സിൽ കൂടിയാണെങ്കിൽ കറക്റ്റ് എക്സിൽ തന്നെ പോകും. ഇപ്പൊ സ്ട്രെയിറ്റ് ആ ട്രെയിൻ പോകുന്ന ഓർത്താൽ മതി. ഒരു സ്ട്രെയിറ്റ് ട്രാക്കിൽ കൂടി ട്രെയിൻ പോകുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ ആക്സിസ് മാത്രമേ ഉള്ളൂ. അപ്പൊ എഴുതിക്കോ, ഇൻ ദിസ് മോഷൻ, ഒരു പോയിന്റ് കൂടി, ഇൻ ദിസ് മോഷൻ there is only one coordinate, there is only one coordinate, there is only one coordinate, changes with the time, changes with the time, there is only one coordinate, changes with the time. കിട്ടിയോ? അപ്പൊ വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആയിരിക്കും. വൺ ഡയമെൻഷണൽ മോഷൻ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഏതെങ്കിലും രണ്ട് എക്സാമ്പിളും ഓർമ്മയിൽ തന്നെ. പിന്നെ നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? എത്ര കോർഡിനേറ്റ്സ് വേണോ അതിന്? ഒരൊറ്റ കോർഡിനേറ്റ് മതി. അടുത്തത് ടു ഡയമെൻഷണൽ മോഷൻ. ടു ഡയമെൻഷണൽ മോഷൻ two-dimensional motion. ഓക്കെ, ടു ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മോഷൻ ഓൺ ദ സർഫസ് ഓഫ് എ പ്ലെയിൻ, ഒരു പ്ലെയിനിലായിരിക്കും നടക്കുന്നത്. പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഒരു സർഫസ്, അവിടെ എവിടെയെങ്കിലും ആയിരിക്കും. ഒരു സർഫസ് ആലോചിക്കുക, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ഓർക്കുക. അപ്പൊ എഴുതിക്കോ, ഫസ്റ്റ് പറ്റിയത് എന്തായിരുന്നു? വൺ ഡയമെൻഷനിൽ എങ്ങനെയായിരുന്നു? മോഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. ഇവിടെ എങ്ങനെ എഴുതാം? മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ പ്ലെയിൻ, ഒരു പ്ലെയിനിൽ അല്ലെങ്കിൽ സർഫസ്. മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ പ്ലെയിൻ, മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ പ്ലെയിൻ. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഇപ്പൊ നമുക്ക് ഈ ബോർഡ് എന്താ? ഒരു പ്ലെയിൻ അല്ലേ, ഒരു സർഫസ്, ഒരു പ്ലെയിൻ അല്ലേ? ഇവിടെ ഇപ്പൊ ഇതിൽ ഞാനൊരു ഡോട്ട് ഇട്ട് ഇതിന്റെ പൊസിഷൻ കണ്ടുപിടിക്കണം. ഒരു പ്ലെയിനിലുള്ള ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ കണ്ടുപിടിക്കുക. അതാണ് നമ്മൾ ടു ഡയമെൻഷനിലെ എക്സാമ്പിൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ബോർഡിൽ ഒരു ഡോട്ട് ഉണ്ട്, ഇതിന്റെ പൊസിഷൻ എനിക്ക് കണ്ടുപിടിക്കണം. ഞാൻ ഒരു കോർഡിനേറ്റ് വരച്ച് എക്സ് വൈ ഇസെറ്റ്, സോറി എക്സ് വൈ ഇസെറ്റ് എന്നും പറഞ്ഞ് വരച്ച്. അപ്പൊ ഇതിന്റെ പൊസിഷൻ എനിക്ക് പറയാൻ പറ്റുമല്ല? നമ്മൾ കറക്റ്റ് ആയിട്ട് ഇപ്പൊ 1, 2, 3 സെന്റിമീറ്റേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒന്നും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എക്സ് ആക്സിസും വൈ ആക്സിസും ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റിലാണ് ഈ പാർട്ടിക്കിളിന്റെ പൊസിഷൻ എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇനിയിപ്പോ ഈ പാർട്ടിക്കിൾ ഇപ്പൊ ഇവിടെ അല്ല, പാർട്ടിക്കിൾ ഇരിക്കുന്ന നേരെ തിരിച്ച് ഇവിടെയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും എക്സ് ആക്സിസും സെഡ് ആക്സിസും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിലാണ് എന്റെ പാർട്ടിക്കിളിന്റെ പൊസിഷൻ. ഇവിടെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമല്ല. അപ്പൊ ഒരു പ്ലെയിനിലാണെങ്കിൽ എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? ജസ്റ്റ് നമ്മുടെ ബോർഡ് തന്നെ ഓർത്താൽ മതി. പിന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ബോട്ട് സെയിൽ ചെയ്യുന്നേ, ബോട്ട് പോകുന്നില്ലേ, ഒരു സർഫസ്, അത് കൺസിഡർ ചെയ്ത് എഴുതിയാൽ മതി. എക്സാമ്പിൾ ബോട്ട് എഴുതിക്കും. ബോട്ട് സെയിലിംഗ് ഓൺ ദ ലേക്ക് എന്ന് അങ്ങനെ എന്തെങ്കിലും എഴുതിക്കും. ബോട്ട് സെയിലിംഗ് ഓൺ ദ ലേക്ക്. പിന്നെ വേറൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനാണെങ്കിൽ ഇപ്പൊ ക്യാരം ബോർഡ് കളിക്കില്ലേ, അതിൽ ക്യാരം കോയിനിന്റെ പൊസിഷൻ നമുക്ക് പറയാം. ഒരു ബോർഡ്, അതിലൊരു കോയിൻ നമ്മൾ ഇട്ട്, ആ കോയിന്റെ പൊസിഷൻ എനിക്ക് ഇതുപോലെ എക്സ് വൈ സെഡ് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഇത് ക്യാരം ബോർഡ് ആണെന്ന് വിചാരിക്കും, ഒരു കോയിന്റെ പൊസിഷൻ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കും.
XYZ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ പൊസിഷൻ പറയാൻ പറ്റില്ലേ? അപ്പൊ അത് വേണമെങ്കിൽ എഴുതിക്കോ. മോഷൻ ഓഫ് എ ക്യാരം കോയിൻ, മോഷൻ ഓഫ് എ ക്യാരം കോയിൻ ഓൺ ദ ക്യാരം ബോർഡ്. ഇതൊക്കെ ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. എക്സാമ്പിൾ ചോദിച്ചാലും ഇതൊക്കെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര കോർഡിനേറ്റ്സ് നമുക്ക് വേണ്ടി വരുന്നുണ്ട്? 2 കോർഡിനേറ്റ്സ്. അപ്പൊ അത് എഴുതിക്കോ. ഹിയർ വി നീഡ് 2 കോർഡിനേറ്റ്സ് ടു ഡിസ്ക്രൈബ് ദ മോഷൻ. ഹിയർ വി നീഡ് 2 കോർഡിനേറ്റ്സ് ടു ഡിസ്ക്രൈബ് ദ മോഷൻ. In this motion, only 2 coordinates changes with the time. Only 2 last point, in this motion only 2 coordinates changes. Here we need 2 coordinates to describe the motion. Here we need 2 coordinates to describe the motion. In this motion only 2 coordinates changes with the time. 2 coordinates changes with the time. Okay, അടുത്തത് 3-dimensional motion. 3-dimensional motion. Motion of a particle എഴുതിയ 3-dimensional motion. ഫസ്റ്റ് വൺ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു, സെക്കൻഡ് വൺ മോഷൻ ഇൻ എ പ്ലെയിൻ ആയിരുന്നു, തേർഡ് വൺ മോഷൻ ഇൻ എ സ്പേസ്, ഒരു സ്പേസിലായിരിക്കും പാർട്ടിക്കിൾ. മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ സ്പേസ്. മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ സ്പേസ്. ഓക്കെ, അതിനിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ ബേർഡ് ഫ്ലൈയിങ് ഇൻ ദ എയർ. ഒരു ബേർഡ് ഫ്ലൈ ചെയ്ത് പോവുക, അതിന്റെ പൊസിഷൻ നമുക്ക് എക്സാക്ട് ആയിട്ട് ഗ്രാഫ് വരച്ച് പിടിക്കാൻ പറ്റും. 3 കോർഡിനേറ്റ്സും വെച്ച് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പറന്നു പോയിക്കൊണ്ടിരിക്കണേണ്. അപ്പൊ അതിനെ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ 3 കോർഡിനേറ്റ്സ് നമുക്ക് വേണം. അപ്പൊ ഫസ്റ്റ് 1 ഡയമെൻഷനിൽ ഒരു കോർഡിനേറ്റ് മതി, അങ്ങനെ തന്നെ ഓർത്തു വെക്കാം. 1 ഡയമെൻഷനൽ ഒരു കോർഡിനേറ്റ് മാത്രം മതി, സ്ട്രെയിറ്റ് ലൈൻ ആണ്. പിന്നെ അടുത്തത് 2 ഡയമെൻഷനൽ 2 കോർഡിനേറ്റ് വേണം, പ്ലെയിനിലാണ്. 3 ഡയമെൻഷനൽ എത്ര കോർഡിനേറ്റ്സ് വേണ്ടി വരും? അപ്പൊ 3 കോർഡിനേറ്റ്സ് വേണം. പിന്നെ എവിടെയാണ് ഇത് ഇരിക്കുന്നത്? സ്പേസിലാണ്. ഓക്കെ, അപ്പൊ ഹിയർ വി നീഡ് 3 കോർഡിനേറ്റ്സ്. നിങ്ങൾ തന്നെ എഴുതിക്കോളൂല്ലേ? 3 കോർഡിനേറ്റ്സ് ടു ഡിസ്ക്രൈബ് ദ മോഷൻ. In this motion 3 coordinates changes with the time. We need 3 coordinates changes. ക്രിസ് എഴുതുന്നുണ്ടോ? ക്ലിയർ ആണോ? 3 coordinates. 3 coordinates. 3 dimensional 3 coordinates വേണ്ടേ? ഓക്കെ, എക്സാമ്പിൾ എഴുതിക്കോ. എക്സാമ്പിൾ ഏതാ എഴുതിയ? ബേർഡ് ഈസ് ഫ്ലൈയിങ് ഇൻ ദ എയർ. അത് തന്നെ എഴുതിയ. A bird is flying in the air. 3 coordinates required to describe the motion. ഓർക്കാൻ പറ്റണ്ടല്ലേ? നിനക്ക് ഓർക്കാൻ പറ്റാ? ഇത് കുറച്ച് കേട്ടിരിക്കേണ്ട കാര്യമോ? വേറെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും അധികം ഉണ്ടാവില്ല. വരട്ടെ, ഉറക്കം ആൾക്കാർ പോയിട്ട് വരട്ടെ. തോന്നാം അത്ര ഒന്ന് വായിച്ചു വെക്കോ. വായിച്ചോ അങ്ങനല്ല, പഠിച്ചങ്ങോട്ട് പോയിക്കോ, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ എത്ര ചാപ്റ്റർ ഉണ്ടാവും? കുഴപ്പമില്ല, നമ്മളെന്തായാലും തീരും. പഠിച്ചു പോയിക്കോ കേട്ടോ. എന്നാലും ഇവിടെ സാറ്റർഡേ എക്സാം അല്ലേ, അപ്പൊ അതനുസരിച്ച് പഠിച്ചു പോയിക്കും. ഓക്കെ, ചാപ്റ്ററിലേക്ക് നമ്മൾ മര്യാദക്ക് കയറിയിട്ടില്ല കേട്ടോ. ഇത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഓക്കെ, അടുത്തത് സ്കെയിലർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റി പഠിച്ചിട്ടുള്ളതല്ലേ? സ്കെയിലർ ക്വാണ്ടിറ്റി, വെക്റ്റർ ക്വാണ്ടിറ്റി എന്നാന്ന് പറഞ്ഞു.
സ്കെയിലർ ക്വാണ്ടിറ്റിയാ? മാഗ്നിറ്റ്യൂഡ് മാത്രം. വെക്ടർ ക്വാണ്ടിറ്റിയിൽ ഡയറക്ഷനും ഉണ്ട് മാഗ്നിറ്റ്യൂഡും ഉണ്ട്. അത് തന്നെ എഴുതിക്കോ, അത്രേ ഉള്ളൂ. നമ്മൾ ബേസിക് പറഞ്ഞോള കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. സ്കെയിലർ ക്വാണ്ടിറ്റി, ദ ക്വാണ്ടിറ്റി വിച്ച് ഹാവ് മാഗ്നിറ്റ്യൂഡ് ഓൺലി. Vector quantity, the quantity which have both magnitude and direction. Both magnitude and direction. ഓക്കെ, എഴുതിയാ? എഴുതിയാ? ഇല്ല, നീ എഴുതിക്കോ, നീ എഴുതിയിട്ടേ പറയാനുള്ളൂ. പോലെ ഓക്കെ. ഇനി നമുക്ക് നമ്മൾ ഫസ്റ്റ് തൊട്ട് തുടങ്ങണേ കേട്ടോ. ഫിസിക്സ് നമ്മൾ ആദ്യം തൊട്ട് പഠിച്ചു തുടങ്ങണേ എന്നുള്ള വിചാരത്തിൽ നമുക്ക് തുടങ്ങാം. ബേസിക് ആയിട്ടുള്ള ടേംസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സം ഇമ്പോർട്ടന്റ് ടേംസ് എന്ന് വേണമെങ്കിൽ ഹെഡിങ് കൊടുത്തോ, പ്രത്യേകിച്ച് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ പറയാൻ പോണേണ്. ഫസ്റ്റ്, ഡിസ്റ്റൻസ്. ഫസ്റ്റ് കേൾക്കുമ്പോൾ ശരി വരും, ഇതൊക്കെ നമ്മൾ അറിയാവുന്ന കാര്യമല്ലേന്ന് തോന്നും. എന്നാലും നമുക്ക് ഓരോന്നിനും കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ പറഞ്ഞു പോവാം. ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ അപ്പൊ സ്പീഡ് എന്താന്ന് പറയേണ്ടി വരും. ഓക്കെ, പാത്ത് ലെങ്ത്. പാത്ത് ലെങ്ത് എന്നാ കവേർഡ് ബൈ ആൻ ഒബ്ജക്ട്. ഓക്കെ, ഡിസ്റ്റൻസ് എഴുതിക്കോ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ path length covered is the path length covered by an object or length covered by an object. Length of path covered by an object. Length covered by an object. Length of path covered by an object. Okay, distance in the ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഈ ചാപ്റ്ററിൽ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, പക്ഷെ പഠിച്ചു വെക്കണം. ഡിസ്റ്റൻസ് എന്താന്ന് കിട്ടി. ഇനി ഡിസ്റ്റൻസ് എന്താന്ന് പറഞ്ഞു തരണ്ടല്ല. ഇപ്പൊ എ തൊട്ട് ബി വരെയുള്ള ഒരു പൊസിഷനിലേക്ക് പോകണമെങ്കിൽ ഒരു പാർട്ടിക്കിൾ കവർ ചെയ്യുന്ന ആക്ച്വൽ ലെങ്ത്, അതിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഏത് വഴി കൂടി വേണമെങ്കിലും പോവാം. ഓക്കെ, അങ്ങനെ പറയുന്നതിനെ നമ്മൾ എന്തെന്ന് പറയാം? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ. എഴുതിക്കോ, യൂണിറ്റ് മീറ്റർ. ഓക്കെ, ഇനി അടുത്തത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണോ വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ? സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. എഴുതിക്കോ. അടുത്ത പോയിന്റ്, ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. Okay, next point. Distance is always positive. Distance is always positive. Distance is always positive. Distance എപ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അത് സീറോയും ആകില്ല നെഗറ്റീവും ആകില്ല. അപ്പൊ ഡിസ്റ്റൻസിന്റെ 3 പോയിന്റ് കിട്ടി. ഡിസ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞ്, യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞ്, ഇതൊക്കെ മറന്നു വരുത് കേട്ടോ. ഇനിയും അടുത്ത ചാപ്റ്റർ എടുത്ത് കഴിയുമ്പോൾ ഞാൻ തന്നെ ഇത് ചോദിക്കും. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യം മറന്നു വരുത്. ഓക്കെ, അടുത്തത് എഴുതാം. സ്പീഡ്. വരാം പറഞ്ഞുതരാം. ഓക്കെ, എല്ലാം പഠിക്കും. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ എല്ലാം പറഞ്ഞിട്ടേ നമ്മൾ പോവുള്ളൂ. ഓക്കെ, എന്താ പറഞ്ഞ സ്പീഡ്. സ്പീഡ് എന്താ? ഇനി സ്പീഡ് പറഞ്ഞു ഉറക്കം വേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കാം. സ്പീഡ് സൗണ്ടി പറഞ്ഞു. ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ യൂണിറ്റ് ടൈം. ഓക്കെ, ഡിസ്റ്റൻസ് ബൈ ടൈം, അതാണ് നമ്മൾ സ്പീഡ് പഠിച്ചിരിക്കുന്നത്. അല്ല, ഇതൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണല്ലോ അല്ലേ, ഇക്വേഷൻ ഒക്കെ. ഓക്കെ, എന്നിട്ടാണ് പറഞ്ഞു. എഴുതിക്കോ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജെക്ട് പെർ യൂണിറ്റ് ടൈം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജെക്ട് ഇൻ യൂണിറ്റ് ടൈം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജെക്ട് ഇൻ യൂണിറ്റ് ടൈം. ഇക്വേഷൻ ആയിട്ട് എഴുതിക്കോ. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം.
സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. എഴുതിയാ? ഇനി യൂണിറ്റ് പറഞ്ഞോ. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. മീറ്റർ പെർ സെക്കൻഡ്. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഡിസ്റ്റൻസ് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണെങ്കിൽ സ്പീഡ് എന്ത് ക്വാണ്ടിറ്റി തന്നെ ആയിരിക്കും? സ്കെയിലർ ക്വാണ്ടിറ്റി ആയിരിക്കും. എഴുതിക്കോ, ഇറ്റ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. ഓക്കെ. ഇനി സ്പീഡ് ഈസ് ഓൾവേസ് പോസിറ്റീവ് ഓർ സീറോ. ഡിസ്റ്റൻസ് എന്ത് മാത്രമേ ഉള്ളൂ? ഡിസ്റ്റൻസ് ഒരു പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. പക്ഷെ സ്പീഡ് എന്ന് പറയുന്നത് പോസിറ്റീവും ആകാം സീറോയും ആകാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയാനാണെങ്കിൽ ഒരു കാർ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊരു പർട്ടിക്കുലർ സ്പീഡ് ഉണ്ടാവും, ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ഉണ്ടാവും. ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ സ്പീഡ് കൂടിയേ വരുള്ളൂ. അപ്പൊ എങ്ങനെ വന്നാലും അത് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ സ്പീഡ് കുറഞ്ഞല്ലോ വരുന്നത്. ഡിസ്റ്റൻസ് കൂടുന്നതോറും സ്പീഡ് ഇങ്ങനെ കൂടി പോയിക്കൊണ്ടിരിക്കും. അതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണെന്ന് പറയാം. ഇനി ഇപ്പൊ ഒരു കാർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുവാന്ന് വിചാരിക്കും, അതിന്റെ സ്പീഡ് എത്രയായിരിക്കും? സീറോ ആയിരിക്കും അല്ലെ? കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഓടുന്നില്ലല്ലോ. ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതോറും അല്ലേ സ്പീഡ് കൂടി വരുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു എക്സാമ്പിളിലാണ് ഇപ്പൊ. എങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കുമ്പോ കിട്ടിയില്ലെങ്കിൽ അതാ ഞാൻ പറഞ്ഞു തന്നത്. ഇപ്പൊ കാർ ഓർത്താൽ മതി. കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സ്പീഡ് ഒന്നും ഇല്ല, അത് ഓർത്താൽ മതി. അപ്പൊ സ്പീഡ് ഈസ് ഓൾവേസ് പോസിറ്റീവ് ഓർ സീറോ. യൂണിറ്റ് എഴുതിയില്ലേ? ഇനി അടുത്തത് യൂണിഫോം സ്പീഡ്. യൂണിഫോം സ്പീഡ്. യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യൂണിഫോം സ്പീഡ്. യൂണിഫോം ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. അത് പറഞ്ഞു തന്നെ. ഇപ്പൊ ഒരു ബോഡി ഫസ്റ്റ് സെക്കൻഡിൽ ഒരു 5 മീറ്റർ കവർ ചെയ്തിരിക്കട്ടെ. അടുത്ത സെക്കൻഡിൽ അതൊരു 10 മീറ്റർ കവർ ചെയ്തു. തേർഡ് സെക്കൻഡിൽ അതൊരു 15 മീറ്റർ കവർ ചെയ്തു. അപ്പൊ ഓരോ സെക്കൻഡിലും 5 മീറ്റർ വെച്ചാണ് അത് കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. ഈക്വൽ ഡിസ്റ്റൻസിൽ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. ഫസ്റ്റ് സെക്കൻഡിൽ 5 മീറ്റർ കവർ ചെയ്തു. സെക്കൻഡ് എത്തിയപ്പോഴത്തേക്കും അത് 10 മീറ്റർ ആയി. ദാറ്റ് മീൻസ് ഒരു 5 മീറ്റർ കൂടി അഡീഷണൽ ആയിട്ട് കവർ ചെയ്തു. 5 മീറ്റർ കവർ ചെയ്ത് പോകും. ഓക്കെ. അപ്പൊ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. ഓക്കെ. അപ്പൊ എഴുതിക്കോ. ഇഫ് ആൻ ഒബ്ജെക്ട് travels with equal distance in equal interval of time. Equal distance in equal interval of time is called uniform speed. യൂണിഫോം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. ഇനി നേരെ ഓപ്പോസിറ്റ് പറയാം. നോൺ യൂണിഫോം സ്പീഡ്. നോൺ യൂണിഫോം സ്പീഡ് തിരിഞ്ഞുപോയി പറഞ്ഞത്. അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. ഇപ്പൊ ഫസ്റ്റ് സെക്കൻഡിൽ ഈ ബോഡി ഒരു 5 മീറ്റർ കവർ ചെയ്തെന്നിരിക്കട്ടെ. സെക്കൻഡിൽ ഇത് ചിലപ്പോ ഒരു 6 മീറ്റർ ആയിട്ട് ഒരു 1 മീറ്റർ കൂടി അഡീഷണൽ ആയിട്ട് കവർ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ വിചാരിക്കുക. അടുത്ത സെക്കൻഡിൽ തേർഡ് സെക്കൻഡിൽ ഇതൊരു 15 മീറ്റർ ആയി. അങ്ങനെയാണെങ്കിൽ അൺഈക്വൽ ആയിട്ടാണ് ഇതിന്റെ ഡിസ്റ്റൻസ് വരുന്നത്. ഈക്വൽ ആയിട്ടല്ല, അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. മറ്റേതെന്താണ്? ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയുമ്പോൾ അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. എഴുതിയാ? നോൺ യൂണിഫോം സ്പീഡ് an object travel unequal distance in equal interval of time. ഓക്കെ. ടൈം എപ്പോഴും ഈക്വൽ ആയിരിക്കുമല്ലോ. ഇപ്പൊ ഫസ്റ്റ് മിനിറ്റ് നമ്മൾ നോക്കാനാണെങ്കിൽ ആ വെഹിക്കിൾ ഇപ്പൊ ഒരു 10 മീറ്റർ ട്രാവൽ ചെയ്തോന്നിരിക്കട്ടെ. അടുത്ത മിനിറ്റിൽ നമ്മൾ നോക്കുമ്പോൾ അത് 15 ട്രാവൽ ചെയ്തു എന്ന് വിചാരിക്കും. അടുത്തതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത് 20 ട്രാവൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് എന്തെന്ന് പറയാം? യൂണിഫോം ആണ് അല്ലെ? 10, 15, 20, 25 അങ്ങനെ പോകണമെങ്കിൽ ഒരു 5 വെച്ച് കറക്റ്റ് ആയിട്ട് ഈക്വൽ ആയിട്ട് ഡിസ്റ്റൻസ് കവർ ചെയ്ത് പോയി. പക്ഷെ നോൺ യൂണിഫോം ആകുമ്പോഴത്തേക്കും ഇപ്പൊ 10, പിന്നെ ഒരു 12, പിന്നെ ഒരു 16, പിന്നെ ഒരു 14 അങ്ങനെ പോകുവാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അത് അൺഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ. ബേസിക് കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. ഇതൊക്കെ ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ കിട്ടിക്കോളും. അടുത്തത് ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ്
സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് എന്താ പറയാ, യൂണിഫോം സ്പീഡിലാണെങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റിന്റെ സ്പീഡ് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പൊ 5, 10, 15 ഇങ്ങനെ പോകുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കറക്റ്റ് ഈക്വൽ ആയിട്ടാണ് ഇത് പോയേക്കുന്നത്. പക്ഷെ നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. പക്ഷെ നോൺ യൂണിഫോം ആകുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ സ്പീഡ് പറയാൻ പറ്റുമോ? ഫസ്റ്റ് മിനിറ്റിൽ ഒരു 5 മീറ്റർ പോയി, പിന്നത്തെ മിനിറ്റിൽ ഒരു 15 മീറ്റർ ആണ് പോയേക്കുന്നത്, പിന്നത്തിൽ ഒരു 24 പോയി. അങ്ങനെ പോകുന്ന ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിന്റെ സ്പീഡ് പറയാൻ പറ്റുമോ? ഇല്ല. കറക്റ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാം, ഈക്വൽ ഡിസ്റ്റൻസിന് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം നമുക്ക് സ്പീഡ് പറയാൻ പറ്റും. പക്ഷെ നോൺ യൂണിഫോമിന്റെ കേസിലാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ സ്പീഡ്? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കും. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ടോട്ടൽ സ്പീഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൻ. എല്ലാ സ്പീഡും കൂടി ആഡ് ചെയ്യും, ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് സ്പീഡ് കിട്ടും. അപ്പൊ എഴുതിക്കോ, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് total distance traveled to total time taken. ഓക്കെ, എല്ലാ ഡിസ്റ്റൻസും കൂടി ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ എല്ലാ ടൈം ടോട്ടൽ. അപ്പൊ എഴുതി വെച്ചോ, ആവറേജ് സ്പീഡ് ഇക്വേഷൻ ആയിട്ട് എഴുതിക്കോ. ആവറേജ് സ്പീഡ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഇക്വേഷൻ ആയിട്ട് തന്നെ എഴുതിക്കോട്ടാ. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, അടുത്ത എഴുതാം. ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്താ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ഇപ്പൊ ഇത് തന്നെ നോക്കിയാൽ മതി. എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ വേണ്ടി ഇങ്ങനെ വേണമെങ്കിൽ പോവാം, ഇങ്ങനെ വേണമെങ്കിൽ പോവാം. ഇത് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ പാത്ത് ലെങ്ത് കവേർഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ഈ 2 പോയിന്റ്സും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാ. മറ്റേതെന്ന് പറയുന്നെങ്കിൽ ഇപ്പൊ ടോട്ടൽ പാത്ത് ലെങ്ത്, ആ ലെങ്ത് ആണ്, ടോട്ടൽ ലെങ്ത് കവേർഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ആണ് ഡിസ്റ്റൻസ്. മാറിപ്പോകുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്ത് ക്വാണ്ടിറ്റിയാ? എഴുതിക്കോ, ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. യൂണിറ്റ് എന്ത് തന്നെയായിരിക്കും? മീറ്റർ തന്നെയായിരിക്കും. യൂണിറ്റ് മീറ്റർ. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഓൾവേസ്, നെക്സ്റ്റ് പോയിന്റ്, ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് സീറോ. Displacement is always positive, negative and zero. Okay, അത് നമുക്കൊന്ന് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ. ഇത് ഞാനിപ്പോ നമ്പർ ചെയ്യണേ. 1 2 0 1 2 3 4 5 6 ഇങ്ങനെയാണ് ഇതിന്റെ ഡിസ്റ്റൻസ് പോയിരിക്കുന്നതെന്ന് വിചാരിക്കും. ഇനി ഇത് ഞാൻ സി എന്ന് പറഞ്ഞൊരു പൊസിഷൻ കൊടുത്തു. ഇനി എ ടു സി ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? 4 മൈനസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് അല്ലേ? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ചെയ്താൽ മതി ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ. ഇപ്പൊ ഇവിടുത്തെ ഈ എക്സാമ്പിൾ നമുക്കിപ്പോ ഡിസ്പ്ലേസ്മെന്റ് എ സിയുടെ ഡിസ്പ്ലേസ്മെന്റ് എ ടു സി ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. അപ്പൊ 4 മൈനസ് 0 ഈക്വൽ ടു 4 കിട്ടും. ഓക്കെ, ഇനി നോക്കിക്കേ, എയിൽ നിന്ന് സിയിലേക്ക് പോയി. ഇനി തിരിച്ച് സിയിൽ നിന്ന് എയിലേക്ക് ട്രാവൽ ചെയ്യുക. ഒരു ഒബ്ജക്ട് എയിൽ നിന്ന് സിയിലേക്ക് പോയപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് 4 കിട്ടി. ഇനി ആ ഒബ്ജക്ട് തിരിച്ച് സിയിൽ നിന്ന് എയിലേക്ക് പോരുവാണ്. അപ്പൊ എങ്ങനെയായിരിക്കും? ആലോചിച്ചോക്കെ, ശരിക്കും ആലോചിച്ച് നോക്ക്. നിങ്ങൾ പണ്ട് ബേസിക് ആയിട്ട് പഠിച്ച കാര്യങ്ങൾ വെച്ചൊന്ന് ആലോചിച്ച് നോക്കേ. ഡിസ്പ്ലേസ്മെന്റിന്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ ഇപ്പൊ ഒരു പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് ഒരു പൊസിഷനിലേക്ക് പോയി, അവിടെ നിന്ന് തിരിച്ച് ആ പൊസിഷനിൽ തന്നെ എത്തുവാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? അവിടെ
സീറോ ആയിരിക്കും. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് സീറോ ആയിരിക്കും. ഇനി വേറൊരു കേസ് പറയും. ഇപ്പൊ എങ്ങനെ, അപ്പൊ നമുക്ക് പോസിറ്റീവ് ആവുന്നത് ഫസ്റ്റ് കിട്ടി. നമ്മളിപ്പോ എ പാർട്ടിക്കൽ ട്രാവൽ ഫ്രം എ ടു സി, ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് 4 കിട്ടി. ഇനി എയിൽ നിന്ന് സിയിലേക്ക് വന്നു, അവിടെ നിന്ന് സിയിൽ നിന്ന് തിരിച്ച് അതേ പൊസിഷനിൽ തന്നെ എത്തുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആയിരിക്കും. ഇനി നമുക്ക് നെഗറ്റീവ് ആവുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഇപ്പൊ സി, ഈ സിയിൽ നിന്ന് ഇതൊരു ഇവിടെ വരെ വന്ന് ഡി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വന്ന്, ഈ സിയിൽ ഇരിക്കുന്ന പാർട്ടിക്കിൾ ഇവിടെ നിന്ന് തിരിച്ച് ഡി വരെ വന്ന്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. ഇവിടുത്തെ ഫൈനൽ പൊസിഷൻ 2 അല്ലേ, 2 മൈനസ് ഇനീഷ്യൽ പൊസിഷൻ 4. അപ്പൊ എത്ര വന്ന് -2. അങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആകുന്നത്. മനസ്സിലായ? ഓക്കെ, നെഗറ്റീവ് ആവുന്ന കേസ് മനസ്സിലായി. ഇപ്പൊ സിയിലിരിക്കുന്ന പാർട്ടിക്കിൾ ഡിയിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് എയിൽ നിന്ന് സിയിലേക്ക് പോയി, അവിടെ നിന്ന് തിരിച്ച് ബാക്കിലേക്ക് പോരുവാണ്, സിയിൽ നിന്ന് ഡിയിലേക്ക് പോന്നു. ഓക്കെ, അപ്പൊ ഫൈനൽ പൊസിഷൻ 2 അല്ലേ, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ 2 - 4 എടുത്തപ്പോ -2 ആയി. ഇതൊന്നും ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ പറഞ്ഞല്ലോ. നമുക്ക് വേണ്ട പോയിന്റ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്, സീറോ, നെഗറ്റീവ്. അത് മാത്രം മതി, അത് എഴുതിയല്ലോ. ഓക്കെ, ഇനി അടുത്തത് ഡിസ്പ്ലേസ്മെന്റ് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്താണെന്ന് അറിയൂ? എസ്. അത് എഴുതി വെച്ചോട്ടാ. ഡിസ്പ്ലേസ്മെന്റ് എസ് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്താൽ അങ്ങനെയാണെങ്കിൽ ഇല്ല, ഇതൊന്ന് നോക്കിക്കേ. cm. Okay. Distance traveled by an object from A to B and B to A. Total distance എത്രയായിരിക്കും? A to B and B to A 10. Okay. ഇനി ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? Distance traveled by an object from A to B and B to A 0. Okay. ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് തമ്മിലുള്ള വ്യത്യാസം. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എടുക്കും. ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ഒബ്ജക്ട് ഫ്രം എ ടു ബി, ബി ടു എ എന്ന് പറയുമ്പോൾ 5 cm + 5 cm 10 വരും. ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ 0 ആവും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പഠിക്കാം വെലോസിറ്റി. വെലോസിറ്റി വെലോസിറ്റി എന്താ? വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാ കഴിഞ്ഞ ക്ലാസ്സിൽ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഈ ചാപ്റ്റർ ആയിരുന്നു ഫസ്റ്റ് എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മറ്റേ ചാപ്റ്റർ ഞാൻ പഠിപ്പിച്ചു തന്നല്ലോ ഓൾറെഡി ഇക്വേഷൻസ് ഒക്കെ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഇക്വേഷൻ ആയിട്ട് എഴുതിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് സെന്റൻസ് ആയിട്ട് എഴുതുന്നല്ലാതെ വെലോസിറ്റി, വെലോസിറ്റിയുടെ റെപ്രസെന്റേഷൻ v, v ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഓക്കെ, അപ്പൊ യൂണിറ്റ് എങ്ങനെ വരും? യൂണിറ്റ് v, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. കറക്റ്റ്. വെലോസിറ്റി v ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എന്താ? മീറ്റർ. ഡിസ്പ്ലേസ് റെപ്രസെന്റേഷൻ ഇസ് s. ഓക്കെ, കറക്റ്റ്. മീറ്റർ എന്താ? യൂണിറ്റ് എന്താ? മീറ്റർ, മീറ്റർ പെർ സെക്കൻഡ്. യൂണിറ്റ് നോക്കി ഡിസ്പ്ലേസ്, അത് നമ്മൾ യൂണിറ്റ് എഴുതാലോ. നമുക്ക് ഡയമെൻഷൻ കൂടി എഴുതിക്കണം. ഞാൻ ഇതിന്റെ കൂട്ടത്തില് ഇതിന്റെ ഡയമെൻഷൻ ഒന്ന് എഴുതിക്കേ. വെലോസിറ്റിയുടെ ഓർമ്മയുണ്ടാന്ന് നോക്കാലോ. LT⁻². അപ്പൊ തന്നെ യൂണിറ്റും പഠിച്ചു പോവുക കേട്ടോ. ഇതെല്ലാം എഴുതിക്കേണ്ടതായിരുന്നു, പിന്നെ ഇപ്പൊ കുഴപ്പമില്ല. അതൊക്കെ ആദ്യത്തെ ബേസിക് അല്ലേ. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. വെലോസിറ്റി എന്ത് ക്വാണ്ടിറ്റിയാ? അത് എഴുതിക്കോ. ക്വാണ്ടിറ്റി എന്താ? ഡിസ്പ്ലേസ്മെന്റ് എന്ത് ക്വാണ്ടിറ്റിയാ? വെക്റ്റർ ക്വാണ്ടിറ്റിയാ. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കും? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണെങ്കിൽ വെലോസിറ്റി ആര് തന്നെ ആയിരിക്കും? വെക്ടർ തന്നെ ആയിരിക്കും. അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതിയടാ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണെങ്കിൽ വെലോസിറ്റിയും വെക്ടർ ആയിരിക്കും. അതുപോലെ ഇപ്പൊ സ്പീഡിന്റെ നമ്മൾ പറഞ്ഞില്ലേ, സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് സ്കെയിലർ ആണെങ്കിൽ സ്പീഡും എന്ത് തന്നെ ആയിരിക്കും? സ്കെയിലർ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഇനി യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി പറയാലോ നിങ്ങൾക്ക് തന്നെ. യൂണിഫോം വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി പറഞ്ഞാരെങ്കിലും ഒന്ന്. യൂണിഫോം വേറെ എന്താ പഠിച്ചതിന് മുമ്പ്? യൂണിഫോം സ്പീഡ് പഠിച്ച്. ഈക്വൽ വെലോസിറ്റി വരൂ. ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. സ്പീഡ് നമ്മൾ പഠിച്ച എന്താ? ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം അല്ലേ.
സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. ഇപ്പൊ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഈസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇപ്പൊ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. സെന്റൻസ് ആയിട്ട് തന്നെ എഴുതിക്കോ. എ പാർട്ടിക്കിൾ ഈസ് സേഡ് ടു ബി യൂണിഫോം വെലോസിറ്റി, ഇറ്റ് കവർ equal displacement in equal interval of time. Equal displacement in equal interval of time. Okay. Uniform എഴുതെങ്കിൽ നോൺ യൂണിഫോം എഴുതാല്ല. നോൺ യൂണിഫോം വെലോസിറ്റി എന്ത് വരും പറഞ്ഞിട്ട് എഴുതേ. അൺഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. അത് വരും. An object is said to be non-uniform acceleration, velocity, to cover unequal displacement in equal interval of time. അങ്ങനെയാണെങ്കിൽ അടുത്തത് എഴുതാം. ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡ് പഠിച്ചതാ. അതുപോലെ ആവറേജ് വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡ് എന്തായിരുന്നു? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കൻ. അപ്പൊ ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൻ. ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? അപ്പൊ നമുക്ക് ഇക്വേഷൻ വേണമെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഡിസ്പ്ലേസ്മെന്റ് ഇസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഇൻ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. ഇപ്പൊ ഫൈനൽ പൊസിഷൻ x2 ആണെങ്കിൽ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ഡിവൈഡഡ് ബൈ t2 മൈനസ് t1. ദാറ്റ് ഇസ് ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ എന്ന് പറഞ്ഞേക്കുന്നത് വേറൊന്നുമല്ല, ഡിഫറൻസ് എന്നാ ഉദ്ദേശിച്ചിരിക്കുന്നത്. x2 മൈനസ് x1, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ, അതാണ് ഡെൽറ്റ എക്സ്. ഡിഫറൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എഴുതി വെച്ചോ. ഇക്വേഷൻ ആയിട്ട് എഴുതി വെച്ചോ. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. എഴുതിയാ? അടുത്തത് അപ്പൊ ഇപ്പൊ എന്തൊക്കെ പഠിച്ചതെന്ന് നോക്കിക്കേ. എവിടെ തൊട്ടാ നമ്മൾ പറഞ്ഞു തുടങ്ങിയ? ഡിസ്റ്റൻസ് പറഞ്ഞ്, സ്പീഡ് പറഞ്ഞ്. സ്പീഡ് തന്നെ നമ്മളിപ്പോ എത്ര എണ്ണം പറഞ്ഞു? സ്പീഡ് യൂണിഫോം, നോൺ യൂണിഫോം, ആവറേജ്. അതുപോലെ തന്നെ വെലോസിറ്റി യൂണിഫോം, നോൺ യൂണിഫോം, ആവറേജ്. അടുത്തത് വേറൊരു ടേം കൂടി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ്, INSTAN TANEOUS, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഉണ്ടാവുന്ന വെലോസിറ്റി, അത്രേ ഉള്ളൂ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈം, ആ ടൈമിൽ ഉണ്ടാവുന്ന വെലോസിറ്റിനെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ യൂണിഫോം ഒക്കെ നമ്മൾ പറഞ്ഞത് ഈക്വൽ ടൈമിൽ, ഈക്വൽ ഡിസ്പ്ലേസ്മെന്റിൽ ഈക്വൽ, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. ഈക്വൽ ആയിട്ട് പോകുന്നതാണ്. ഇതൊരു പർട്ടിക്കുലർ ടൈമിൽ ഉണ്ടാകുന്ന ഒരു വെലോസിറ്റി, അത്രേ ഉള്ളൂ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. ഇനി ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഒരു ഇൻസ്റ്റന്റേനിയസ് ടൈമിൽ ഉണ്ടാവുന്ന സ്പീഡ്, അത്രേ ഉള്ളൂ. അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആൻഡ് സ്പീഡ് എഴുതിക്കോ. വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജെക്ട്, velocity of an object at particular instant of time. Velocity of an object at particular instant of time. Instantaneous velocity. ഇതൊക്കെ ചോദിക്കോട്ടെ 1 മാർക്കിന്. ഇത് നിങ്ങൾക്ക് അറിയാത്ത ടേം ആണല്ലോ.
ഇതൊക്കെ ചോദിക്കും. വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് അറ്റ് പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. ഇനി ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ആണെങ്കിൽ എങ്ങനെ വരും? സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്ട് അറ്റ് പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. മനസ്സിലാക്കി വെച്ചാൽ മതി അത്. ഇനി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. വെലോസിറ്റി v ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡ് ടു 0. ലിമിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ, അത് നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനില്ല. നിങ്ങൾക്ക് അത് ആക്ച്വലി +2 സ്റ്റാർട്ടിങ് +1 എൻഡിങ് ഒക്കെ ആകുമ്പോൾ പഠിച്ചാൽ മതിയാവും. +1 ഉണ്ടാകുന്ന എനിക്കറിയില്ല, എന്തായാലും +2 ഉള്ളത്. ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡ് ടു 0. ഡെൽറ്റ ടി ടെൻഡ് ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം 0 വാല്യൂ മാക്സിമത്തിലേക്ക് പോകുന്നു, അത്രേ കാണിച്ചിട്ടുള്ളൂ. ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇത്രയും പഠിക്കാനല്ല. വെലോസിറ്റി ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഇൻസ്റ്റന്റേനിയസ് വരുമ്പോൾ ഒരു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡ് ടു 0 എന്നൂടെ എഴുതിയാൽ മതി. ഓക്കെ, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡ് ടു 0. ലിമിറ്റ് എന്താണെന്ന് ഇപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട, പഠിച്ചാൽ മതി. എല്ലാം കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആണ്. ഡെൽറ്റ ടി ടെൻഡ് ടു 0 എഴുതിയാ. അടുത്തത് എന്താ? ഓക്കെ, നെക്സ്റ്റ് വൺ ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഓക്കെ, ആക്സിലറേഷൻ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ല, വെലോസിറ്റി ബൈ ടൈം. എഴുതി, ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. Acceleration equal to change in velocity by time. Acceleration equal to change in velocity by time. Change in velocity by time. യൂണിറ്റ് ഒന്ന് എഴുതിക്കുക. അതിന്റെ യൂണിറ്റ് യൂണിറ്റ് വെലോസിറ്റിയുടെ എന്താണ്? വെലോസിറ്റിയുടെ മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എങ്ങനെ വന്നോന്ന് മനസ്സിലായല്ല? ആക്സിലറേഷൻ ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റിയുടെ മീറ്റർ പെർ സെക്കൻഡ്, ടൈമിന്റെ സെക്കൻഡ്. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെങ്കിൽ ms⁻². ഡയമെൻഷൻ എഴുതുമ്പോ അതിന്റെ യൂണിറ്റ് കൂടി ഒന്ന് പഠിച്ചു പോയിക്കോട്ടെ, എങ്ങനെ ചെയ്യാൻ. ഇക്വേഷൻ ആയിട്ട് എഴുതിയ ആക്സിലറേഷൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഓക്കെ, ഇനി നമുക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എഴുതണ്ടേ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു വെലോസിറ്റി ടൈമിനനുസരിച്ച് ഇൻക്രീസ് ചെയ്തോണ്ടിരിക്കണേ. അങ്ങനെയാണെങ്കിൽ അപ്പൊ ആക്സിലറേഷൻ എന്തായിരിക്കും? എന്ത് ക്വാണ്ടിറ്റി ആയിരിക്കും? ഇൻക്രീസ് ചെയ്തോണ്ടിരിക്കുക. വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് ടൈമിനനുസരിച്ച് വെലോസിറ്റി ഇൻക്രീസ് ചെയ്തോണ്ടിരിക്കണേ. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ എന്ത് ക്വാണ്ടിറ്റി ആയിരിക്കും? ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും അല്ലെ? അതിന് ഇൻക്രീസ് അല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. വെലോസിറ്റി ഇൻക്രീസസ് വിത്ത് ടൈം എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഒരു പോസിറ്റീവ് ആക്സിലറേഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി വെലോസിറ്റി എന്താ പറയാ, ഡീസിലറേഷൻ. അതാരാ പറഞ്ഞത്? ഡീസിലറേഷൻ. നെഗറ്റീവ് ആക്സിലറേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഡീസിലറേഷൻ. ഓക്കെ, വെലോസിറ്റി ഇൻക്രീസസ് വിത്ത് ടൈം. വെലോസിറ്റി ടൈമിനനുസരിച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു പോസിറ്റീവ് ആക്സിലറേഷൻ ആയിരിക്കും. ഇനി നെഗറ്റീവ് ആയിട്ടുള്ള ആക്സിലറേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഡീസിലറേഷൻ ഓർ റിട്ടാർഡേഷൻ എന്നും പറയും. ഡീസിലറേഷൻ ഓർ റിട്ടാർഡേഷൻ, അത് എഴുതി വെച്ചോട്ടാ. ആ പേര് കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കുക. ഡീസിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നെഗറ്റീവ് ആക്സിലറേഷൻ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസിൽ ഇപ്പൊ ആക്സിലറേഷൻ നമുക്കൊരു ബോഡിയുടെ കിട്ടിയത് 2 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഡീസിലറേഷൻ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആക്സിലറേഷൻ കണ്ടുപിടിച്ചിട്ട് അത് നെഗറ്റീവ് ആക്കി എഴുതിയാൽ മതി. 2 മീറ്റർ പെർ സെക്കൻഡ്, നെഗറ്റീവ് 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതിയാൽ മതി. നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം, അപ്പൊ കറക്റ്റ് ആയിക്കോളും. നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ന്യൂമറിക്കൽസ് നന്നായിട്ടുള്ളത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, ഇത് കഴിഞ്ഞുള്ള ചാപ്റ്റർ. ഓക്കെ, റിട്ടാർഡേഷൻ അത് എഴുതിയാൽ ഡീസിലറേഷൻ ഓർ റിട്ടാർഡേഷൻ. വേണമെങ്കിൽ അതുകൂടെ എഴുതിക്കോ. പോസിറ്റീവ് ആക്സിലറേഷൻ ആവുന്നത് എങ്ങനെയാണ്? വെലോസിറ്റി, ഇഫ് വെലോസിറ്റി ഇൻക്രീസസ് വിത്ത് ടൈം, that is positive acceleration. Velocity increases with the time, positive acceleration. And velocity decreases with the time, that is negative acceleration
or deceleration. Velocity increases with the time, positive acceleration. Velocity decreases with the time, deceleration or retardation. ബ്രാക്കറ്റിൽ നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് കൊടുത്തു, അപ്പൊ മനസ്സിലായിക്കോ. ഇനി അടുത്തത് യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം ആക്സിലറേഷൻ യൂണിഫോം ആക്സിലറേഷൻ എഴുതാലോ. ഒന്ന് പറഞ്ഞേ. യൂണിഫോം സ്പീഡ് പഠിച്ച്, യൂണിഫോം വെലോസിറ്റി പഠിച്ച്, അങ്ങനെയാണെങ്കിൽ യൂണിഫോം ആക്സിലറേഷനും പറയാലോ. വെലോസിറ്റി ചേഞ്ചസ് ഈക്വൽ amount in equal interval of time. സെന്റൻസ് ആയിട്ട് പറയണം. എ പാർട്ടിക്കിൾ ഈസ് said to move with uniform acceleration. A particle is said to move with uniform acceleration if the velocity changes by a particle is said to move with uniform acceleration. A particle is said to move with uniform acceleration if the velocity changes by equal amount. The velocity changes by equal amount in equal interval of time. In equal interval of time. Equal amount in equal interval of time. ഇനി നോൺ യൂണിഫോമും കൂടി എഴുതി വെച്ചോട്ടാ കൂടെ തന്നെ. നോൺ യൂണിഫോം എന്തായിരിക്കും? അൺഈക്വൽ amount in equal interval of time. ഇത് യൂണിഫോം ആക്സിലറേഷൻ ആണോ നമ്മൾ കണ്ടുപിടിച്ചേ? യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ സെയിം ആയിട്ട് വരും എന്നല്ലേ നമ്മൾ പറഞ്ഞത്. ഇപ്പൊ യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ വെലോസിറ്റി സെയിം ആയിരിക്കും. ഇതിപ്പോ ഒരു പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്ന കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് സെക്കൻഡിൽ 2 മീറ്റർ പെർ സെക്കൻഡ്, വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ്, അങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്നതാ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ആക്സിലറേഷൻ ഒന്ന് കണ്ടുപിടിച്ച യൂണിഫോം ആക്സിലറേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിക്കേ, കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പൊ നമുക്ക് എങ്ങനെ നോക്കാം. ഇപ്പൊ വേണമെങ്കിൽ ഇത് നോക്കാം. ആക്സിലറേഷൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഇപ്പൊ ഇവിടുത്തെ നമുക്ക് നോക്കാനാണെങ്കിൽ 6 minus 4 by 3 minus 2, 2 by 1, that's equal to 2 meter per second square. ഇനി അതുപോലെ അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത ഏതെങ്കിലും 2 പോയിന്റ് എടുത്ത് നോക്കാം. ഇപ്പൊ 8ഉം 6ഉം. 8 minus 6 by 4 minus 3, 2 by 1, that's equal to 2 meter per second square. ഇനി അടുത്ത നമുക്ക് അടുത്തടുത്തുള്ള പോയിന്റ് അല്ലാതെ വേറെ ഏതെങ്കിലും 2 പോയിന്റ് എടുത്ത് നോക്കാം. ഇപ്പൊ 6ഉം 2ഉം നിങ്ങൾ ഏതെങ്കിലും എടുത്ത് നോക്കിക്കേ. ഇപ്പൊ 6ഉം 2ഉം അത് തമ്മിലുള്ള ആക്സിലറേഷൻ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. 6ഉം 2ഉം എന്ന് പറയുമ്പോ 12ഉം 4ഉം വരും. മീറ്റർ പെർ സെക്കൻഡ് തന്നെയല്ലേ കിട്ടണത്. അത് യൂണിഫോം ആണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് വരച്ചു വെച്ചെന്നേ ഉള്ളു. വേണമെങ്കിൽ സൈഡിൽ വരച്ചു വെച്ചു. ഇപ്പൊ ഏത് പോയിന്റ്സ് എടുത്ത് നോക്കിയാലും ഇതിന്റെ എന്ത് തന്നെ ആയിരിക്കും കിട്ടുന്ന ആക്സിലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് തന്നെ കിട്ടുള്ളൂ. കാരണം ഈക്വൽ
വെലോസിറ്റി ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ഈക്വൽ ടൈം. കിട്ടിയില്ലേ അത്? വിവേകിന് കിട്ടിയ എന്താടാ എഴുതി നോക്ക്.